കരുണ വിതയ്ക്കുന്ന മഴത്തുള്ളി, നീതിയുടെ മരുഭൂമിയിൽ പച്ചപ്പ് വിരിയിക്കുന്ന ജീവജലം. ഖുർആൻ കാലാധിപതിയായ ഗ്രന്ഥമാണ്. കാലം എത്ര മുന്നോട്ട് കുതിച്ചാലും, മനുഷ്യ സംസ്കാരം എത്രയെല്ലാം മാറി മറിഞ്ഞാലും, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രായോഗിക മാർഗനിർദ്ദേശം നൽകുന്ന ശാശ്വത ജീവിത പാഠപുസ്തകമാണ് പരിശുദ്ധമായ ഖുർആൻ. ഖുർആൻ വെറും ചരിത്രഖ്യാനം നടത്തുന്ന ഗ്രന്ഥമല്ല, മറിച്ച് ധാർമ്മിക ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നതിനുള്ള ദിവ്യോപദേശമാണ്. ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മാനവിക മൂല്യങ്ങളിൽ ഒന്നാമത്തേത് വർത്തമാനകാലം കൊതിക്കുന്ന നീതിയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നിങ്ങളോട് നീതിയെ കൽപ്പിക്കുന്നു. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വ. നിങ്ങൾ നീതി കാണിക്കുക, അത് തഖ്വയോട് ഏറ്റവും അടുത്ത കാര്യമാണ്. രണ്ടാമത്തേത് കരുണയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. താങ്കളെ ഞാൻ ലോകർക്ക് കരുണയായിട്ടാണ് അയച്ചത്. മതമോ ജാതിയോ ദേശമോ വർണ്ണമോ വർഗമോ നോക്കാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയോടും കരുണ കാണിക്കുവാൻ ഖുർആൻ കൽപ്പിക്കുന്നു. മൂന്നാമത്തേത് സാഹോദര്യമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അതുകൊണ്ട് പരസ്പര വൈരാഗ്യം ഒഴിവാക്കി സഹകരണവും ഐക്യവും ഉണർത്തുവാൻ ഖുർആൻ കൽപ്പിക്കുന്നു. വ്യക്തി ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ബന്ധങ്ങളിലുള്ള കരുതലിനെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. വലാ തഖുൽ ലഹുമാ ഉഫ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ നാം അതിൻ്റെ പ്രായോഗിക തലത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ ഒരു വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കരുത് എന്നും അവർക്ക് അനിഷ്ടകരമായ ഒരു കാര്യം നീ ചെയ്യരുത് എന്നുമാണ്. ഹഖുൽ ജാർ അഥവാ അയൽവാസികളോടുള്ള കടമകൾ എന്നെല്ലാം കൊച്ചുനാൾ മുതലേ നാം എണ്ണിപ്പടിച്ചതും തൻ്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രവാചക അധ്യാപനവും ഖുർആനിൻ്റെ ദർശനമായ വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, അയൽക്കാരോട് നീ നല്ല നിലയിൽ വർത്തിക്കുക എന്നതിൻ്റെ പ്രായോഗിക തല വിശദീകരണമായിരുന്നു അതെല്ലാം. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന മാനവികയുടെ സന്ദേശം വെറും വ്യക്തിപരമായോ കുടുംബപരമായോ സമൂഹപരമായോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതിൻ്റെ പ്രഭാമണ്ഡലം രാജ്യങ്ങളുടെ അതിർത്തികളും രാഷ്ട്രീയത്തിൻ്റെ മതിലും കടന്ന് അന്തർദേശീയ തലത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. ഖുർആൻ നമ്മോട് പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. അല്ലയോ മനുഷ്യ സമൂഹമേ, നിങ്ങൾ ഒരു പുരുഷനും സ്ത്രീയിൽ നിന്നും നാം സൃഷ്ടിച്ചു. നിങ്ങൾ പരസ്പരം പരിചയപ്പെടുന്നതിനും സഹവാസത്തിനുമായി പല ജനവിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചു. തൊട്ടുടഞ്ഞ അല്ലാഹു പറഞ്ഞു, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. എന്നാൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ തഖ്വയുള്ളവരാണെന്ന് ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ വർണ്ണ വർഗ ഭാഷ ദേശ വ്യത്യാസങ്ങൾ സംഘർഷത്തിനല്ല, പരസ്പര സഹവാസത്തിനും പരിചയപ്പെടുന്നതിനും വേണ്ടിയാണ് എന്നതാണ് ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ അന്തർദേശീയ സന്ദേശം. മൃദുലതയും മോമനത്വവും നിറഞ്ഞ ഫലസ്തീൻ പിഞ്ചോമനകളുടെ കരളു പിളർത്തി ആനന്ദം കൊള്ളുന്ന നരഭോജികളെ അനുകൂലിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിലും മറ്റുമിരുന്ന ഖുർആനിക അധ്യാപനങ്ങളെ വളച്ചൊടിച്ച് വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയാണ് മേൽ പറഞ്ഞ ആയത്തുകൾ. ഇങ്ങനെ ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ മാനവിക സമൂഹത്തിന് ഖുർആൻ നൽകുന്ന സന്ദേശം എത്രത്തോളം സുതാര്യവും പ്രായോഗികവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം സാധ്യമാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം സാധ്യമാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന മാതൃകാ പുരുഷനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ സ്വഭാവത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ മഹദി അവറുകൾ പറഞ്ഞില്ലയോ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകന്റെ സ്വഭാവം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ഖുർആനായിരുന്നു. ആകയാൽ ജീവിതകാലം മുഴുവൻ ഖുർആനെ നെഞ്ചോട് ചേർത്തു പിടിക്കാനും
അതിനെ പ്രയോഗവൽക്കരിച്ച് മാതൃകാ പുരുഷനാകാനും നാഥൻ ഉദവി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോട് കൂടി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ അഹ്സാനിനാ വദഹാബ ഹുമൂമിനാ വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.